ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ നിങ്ങളെവരെയും വീണ്ടും വരുമെന്നറിയിച്ചത് ഉദ്യതനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ധ്യാന വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് കന്യകമറിയാം പഴയ നിയമത്തിൽ. കന്യകമറിയാം പഴയ നിയമത്തിൽ ദൈവമാതാവിൻ്റെ പഴയ നിയമ പ്രതിരൂപങ്ങൾ. ഒന്നാമത്തത് യാക്കോബ് ദർശിച്ച ഗോവണിയാണ്. രണ്ടാമത്തത് തീയിൽ എരിയാത്ത മുൾപടർപ്പ് ആണ്. മൂന്നാമത്തത് സാക്ഷ്യപ്പെട്ടകമാണ്. നാലാമത്തത് മന്ന നിക്ഷേപിച്ച ചെപ്പ് ആണ്. അഞ്ചാമത്തത് അഹറോൻ്റെ തളിർത്ത വടിയാണ്. ആറാമത്തത് ശലോമോൻ്റെ തിരശീല അതായത് ഉർമാൽ. ഏഴാമത്തത് കെട്ടി അടച്ചിരിക്കുന്ന തോട്ടം. എട്ടാമത്തത് അടയ്ക്കപ്പെട്ട ദേവാലയ ഗോപുരം. ഒൻപതാമത്തത് കുഞ്ഞാടുണ്ടായ മരം. പത്താമത്തത് ജലം നൽകിയ തീക്കൽ പാറ. നമുക്ക് പഴയ നിയമത്തിൽ നിന്നും അതിൻ്റെ നിഴലും പുതിയ നിയമത്തിൽ നിന്നും അതിൻ്റെ പൊരുളും എടുത്ത് ഇന്നത്തെ വിഷയത്തിൽ നമുക്ക് ധ്യാനിക്കാം. പക്ഷേ ഈ 10 ഇന്നത്തെ ദിവസം ഇതിൽ ഇടുവാൻ സാധിക്കാത്തത് കൊണ്ട് ഏതാനും ചിലത് ഇടുന്നതായിരിക്കും. അടുത്ത എപ്പിസോഡിൽ ഇടുവാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു. ഒന്നാമത്തത് യാക്കോബ് ദർശിച്ച ഗോവണി നിഴൽ. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 12-ാം വാക്യം. യാക്കോബ് ലൂസ് എന്ന സ്ഥലത്ത് വെച്ച് ഉറങ്ങുമ്പോൾ ഒരു സ്വപ്നം കണ്ടു. ഭൂമിയിൽ നിന്ന് സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോവണി. ദൈവദൂതന്മാർ അതിൽ കൂടി കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകം 28-17 അവൻ ഭയപ്പെട്ടു. ഈ സ്ഥലം എത്ര ഭയങ്കരം! ഇത് ദൈവത്തിൻ്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല, അത് സ്വർഗത്തിൻ്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞു. അതിൻ്റെ പൊരുൾ നാം കാണുന്നത്, പുത്രനാം ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങുവാൻ മാധ്യമമാക്കിയത് വിശുദ്ധ കന്യകയെ ആണ്. അതുകൊണ്ട് യാക്കോബ് ദർശിച്ച ഗോവണി വിശുദ്ധ കന്യകയുടെ പ്രതീകമാണ്. കർത്താവ് ഭൂമിയിലേക്ക് എഴുന്നള്ളാൻ മാർഗമാക്കിയ വാതിലാണ് മറിയാം. രണ്ടാമത്തേത് തീയിൽ എരിയാത്ത മുൾപടർപ്പ്. അതിൻ്റെ നിഴൽ. പുറപ്പാട് പുസ്തകം 3:2 നമുക്ക് കാണാം. ആടുകൾ മേഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മോശയ്ക്ക് ഒരു മുൾപടർപ്പിൽ ദൈവം പ്രത്യക്ഷനായി എന്ന് നാം വായിക്കുന്നു. അഗ്നി എരിഞ്ഞിട്ടും മുൾപടർപ്പുകൾ കത്തി നശിക്കുന്നില്ല എന്നുള്ളത് ഒരു അത്ഭുത കാഴ്ചയായിരുന്നു മോശയ്ക്ക് അവിടെ കാണുവാൻ സാധിച്ചത്. അതിൻ്റെ പൊരുൾ എന്ന് പറയുന്നത്, ഇവിടെ അഗ്നി പുത്രൻ തമ്പുരാനും മുൾപടർപ്പ് വിശുദ്ധ കന്യകയുമാണ് എന്ന് നമുക്ക് മനസ്സിലാകും. എബ്രായർ 12:29 പറയുന്നു, അഗ്നിയായ ദൈവം മറിയാമിൽ ഇറങ്ങി വസിച്ചിട്ടും അത്ഭുതകരമായി അവൾ ദഹിച്ച് പോകുന്നില്ല. അവൾ കത്തിയെരിഞ്ഞ് പോകാതിരിക്കാൻ അവൻ്റെ കരുണ അവിടെ ആവരണം ചെയ്തു എന്നാണ്. മൂന്നാമത്തേത് സാക്ഷ്യപ്പെട്ടകം. അതിൻ്റെ നിഴൽ പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകം 25:16 ആണ്. മോശയോട് ദൈവം കൽപ്പിക്കുന്നു, ഞാൻ തരുവാനിരിക്കുന്ന സാക്ഷ്യം, അതായത് കൽപ്പനകൾ പെട്ടകത്തിൽ വയ്ക്കണം എന്ന്. മോശ കർത്താവിൻ്റെ കൽപ്പന പ്രകാരം 10 കൽപ്പനകൾ, ദൈവവചനം അടങ്ങിയ ഫലകങ്ങൾ പെട്ടകത്തിൽ നിക്ഷേപിക്കുകയും ചെയ്തു. എബ്രായർ 9:4 നാം അത് കാണുന്നു. അതിൻ്റെ പൊരുൾ എന്ന് പറയുന്നത്, വിശുദ്ധ യോഹന്നാൻ 1:1 നാം നോക്കുമ്പോൾ അത് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ സുവിശേഷത്തിൽ പറഞ്ഞത് ക്രിസ്തുവാണ് ദൈവവചനം. ആ ദൈവവചനമായവൻ ഇറങ്ങി വസിച്ച പെട്ടകമാണ് മറിയം എന്നാണ്. നാലാമത്തെ കാര്യമെന്ന് പറയുന്നത് മന്ന നിക്ഷേപിച്ച ചെപ്പ് ആണ്. അതിൻ്റെ നിഴലെന്ന് പറയുന്നത് പുറപ്പാട് പുസ്തകം 16:33 നമുക്ക് കാണാം. അഹ്റോനോട് മോശ ഒരു പാത്രമെടുത്ത് അതിൽ ഒരു ഇടങ്ങഴി മന്നായിട്ട് നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി സൂക്ഷിക്കുവാൻ യഹോവയുടെ മുമ്പാകെ വെച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. മന്ന സ്വർഗീയ ഭക്ഷണമാണ്. അതിൻ്റെ പൊരുളെന്ന് പറയുന്നത്, വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 6-ാം അധ്യായം 32 മുതൽ 35 വരെയുള്ള വേദഭാഗം നാം വായിക്കുമ്പോൾ അത് നമുക്ക് കാണുവാൻ സാധിക്കും. യേശു അവരോട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്, എൻ്റെ പിതാവത്രേ. സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തരുന്നത് ദൈവത്തിൻ്റെ അപ്പമോ
സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു, ലോകത്തിന് ജീവനെ കൊടുക്കുന്നതാകുന്നു എന്ന് പറഞ്ഞു. ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. മന്ന ജീവൻ്റെ അപ്പമാകുന്ന യേശുവിൻ്റെ പ്രതീകമാണ്. അങ്ങനെയെങ്കിൽ സ്വർഗീയ അപ്പത്തെ 9 മാസം ഉദരത്തിൽ ഉൾക്കൊണ്ട മാതാവ് മന്ന നിക്ഷേപിച്ച ചെപ്പിൻ്റെ പൊരുളാണ് എന്ന് നമുക്ക് മനസ്സിലാകും. അടുത്തത് 5-ാമത്തേതെന്ന് പറയുന്നത് അഹ്റോൻ്റെ തളർത്ത വടിയാണ്. അത് ദൈവം അനുവദിച്ചുവെങ്കിൽ അടുത്ത എപ്പിസോഡിൽ, അതായത് നാളത്തെ എപ്പിസോഡിൽ ഇടുവാൻ ദൈവത്തിൽ ഞാൻ ശരണപ്പെടുന്നു. ബാക്കി ഇനിയും 6 എണ്ണം കൂടിയുണ്ട്. അത് ദൈവം അനുവദിച്ച് വെച്ചാൽ നാളെ തന്നെ സമർപ്പിക്കുന്നതായിരിക്കും. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.